ഹായ്, വെൽക്കം ടു IELTS മലയാളം വിത്ത് ശാലിനി. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് IELTSന്റെ ഒരു ഓവറോൾ ഇൻട്രൊഡക്ഷൻ തന്നു. അതിനോടൊപ്പം ലിസണിങ്ങിന്റെ ടിപ്സും തന്നായിരുന്നു. ഇന്ന് ഞാൻ റീഡിങ്ങിന്റെ ക്ലാസ് ആണ് എടുക്കുന്നത്. അക്കാഡമിക് റീഡിങ് അല്ലെങ്കിൽ ജനറൽ റീഡിങ് ചെയ്യുന്നതിന് വേണ്ട ടിപ്സും അത് ഓരോന്നും എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനും ചെയ്യുന്നതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അത് എല്ലാം ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ എടുക്കാൻ പറ്റില്ല. പാർട്ട് 1, പാർട്ട് 2 ആയിട്ട് തരാം. ഇന്നത്തെ പാർട്ട് 1 അതിനകത്ത് ടെക്നിക്സ് എല്ലാം, സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അടുത്ത ക്ലാസ്സിൽ ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം ലിസണിങ് 40 മിനിറ്റ്സ് എന്ന് പറയുന്നത് പോലെ റീഡിങ് 1 hour ആണ്, 60 മിനിറ്റ്സ് ആണ്. 40 ക്വസ്റ്റ്യൻസ് നോർമലി നിങ്ങൾ ഓർക്കും 40 ക്വസ്റ്റ്യൻസ് 60 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ യു ക്യാൻ ടേക്ക് 1.5 മിനിറ്റ്സ്. പക്ഷെ അങ്ങനെ എടുക്കാൻ പറ്റില്ല. കാരണം 3 പാസേജസ് ആണ്, 3 സെക്ഷൻസ് ആണ്. ഈ 3 സെഷൻസും പ്രോഗ്രസീവ്ലി ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ ആദ്യത്തെ പാസേജ് വേഗം ചെയ്യുക, അടുത്ത ഇത്തിരിയോടെ ഡിഫിക്കൽട്ട് ആയിരിക്കും, അതിന് ഇത്തിരി കൂടുതൽ സമയം കൊടുക്കുക, അതിനടുത്തതിന് കൂടുതൽ സമയം കൊടുക്കുക. 99% ഇങ്ങനെയായിരിക്കും വരുന്നത്. The academic or general reading module takes 60 minutes. 60 മിനിറ്റ് ആണ്. There are 3 reading tests with a total of 1500 to 2500 words. 1500, 2500 വേർഡ്സ് ഉള്ള ടോട്ടൽ 3 ടെക്സ്റ്റുകളാണ്. ടോട്ടൽ അത്രയും വേർഡ്സുകൾ വരും 3 പാസേജിലും കൂടെ. ഓക്കെ, സെക്ഷൻ 1, 2, 3. The text can be a range of different topics. വിവിധ തരത്തിലുള്ള ടോപ്പിക്സ് ആയിരിക്കും ഓരോ സെക്ഷനിലും വരുന്നത്. The text become progressively more difficult to understand. ആദ്യത്തെ വളരെ എളുപ്പം, രണ്ടാമത്തെ കുറച്ചുകൂടെ പാട്, മൂന്നാമത്തെ സെക്ഷൻ ആയിരിക്കും എപ്പോഴും കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ there are usually 40 questions. These questions become progressively more difficult. സെക്ഷൻസ് പാടാവുമ്പോൾ ക്വസ്റ്റ്യൻസും അതുപോലെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പാടായിരിക്കും. ഓക്കെ, ഇനി ഇതിനെ കുറച്ച് ഗോൾഡൻ റൂൾസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും ഒരു കുട്ടിക്ക് 1 hourൽ ഈ 40 ക്വസ്റ്റ്യൻസ് റീഡിംഗ് എന്ന് പറഞ്ഞാലും വായിച്ച് ആൻസർ ചെയ്യാൻ പറ്റില്ല. അതിന് ചില ടെക്നിക്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറയുന്നുണ്ട്. അതെന്താണ് 1 by 1 ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരാളെ കൊണ്ടും വായിച്ച് ഇത്രയും പാസേജസ് അല്ലെങ്കിൽ ഇത്രയും 1 മണിക്കൂറിനുള്ളിൽ വായിച്ച് ആൻസർ ചെയ്യാൻ പറ്റില്ല. അതിന് ചില ടെക്നിക്സ് ഉണ്ട്. ഓക്കെ, ആൻസർ ദ ക്വസ്റ്റ്യൻസ് ക്വിക്ക്ലി ആൻഡ് ആക്യുറേറ്റ്ലി. ഇഫ് യു കനോട്ട് ഡു എ ക്വസ്റ്റ്യൻ ക്വിക്ക്ലി, ലീവ് ഇറ്റ് ആൻഡ് കം ബാക്ക് ടു ലേറ്റർ. വേഗം ആൻസർ ചെയ്തു പോവാ. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് സമയം കളയരുത്, വീണ്ടും പിന്നീട് നോക്കാം, ഓരോ സെക്ഷന്റെ അവസാനം നോക്കാം. As the passages are long, you don't have to read them in detail. പാസേജസ് വളരെ കൂടുതലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് അതൊരിക്കലും ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ പറ്റില്ല. അതിനൊരു ടെക്നിക്കാണ് skim and scan them to find the relevant information. അതിനുള്ള ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം. സ്കിമ്മിങ്, സ്കാനിങ് ആണ് നോർമലി പറയുന്നത്. അതിന്റെ അതിനകത്ത് നിന്ന് റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഈ 2 ടെക്നിക്ക്, അതിനോടൊപ്പം 2 ടെക്നിക്സും കൂടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് സ്കിമ്മിങ്, സ്കാനിങ് എന്താന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പ് നമ്മൾ ലിസണിങ്ങിനകത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടൈപ്പാന്ന് കണ്ടു എന്ന് പറഞ്ഞതുപോലെ റീഡിങ്ങിനകത്ത് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും എന്ന് ഞാൻ പറഞ്ഞുതരാം. 10 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 10 ടൈപ്സും എല്ലാ സെക്ഷനിലൊന്നും കാണുകയില്ല. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ഉള്ള പാസേജസേ കാണുള്ളൂ, ചില ക്വസ്റ്റ്യൻസ് കാണില്ല. പല ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ ഇതെല്ലാം കയറി വരും. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നെ റീഡിംഗ് എന്ന് പറയുന്നത് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക, +2-നും ഡിഗ്രിക്കും ഒക്കെ നിങ്ങൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു പാസേജിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ട് കുട്ടികൾ ആ ക്വസ്റ്റ്യന്റെ കീവേഡ്സ് ഉള്ളിടം നോക്കി അത് ആൻസർ ചെയ്തു വെക്കും. അവിടെ അവർക്ക് മാർക്ക് കിട്ടും. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഒരിക്കലും ടെസ്റ്റിലെ വേർഡ് ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലെ വേർഡ് ടെസ്റ്റിലോ കാണുകയില്ല. പകരം എന്തായിരിക്കും, സിനോണിം ആയിരിക്കും കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ആദ്യം ഏതൊക്കെ ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ അക്കാഡമിക് റീഡിംഗ് ക്വസ്റ്റ്യൻസ് നിങ്ങളെ, അതായത് ഒരു കുട്ടിക്ക് ഒരു പാസേജ് വായിച്ചാൽ അല്ലെങ്കിൽ ഒരു ബോഡി പാരഗ്രാഫ് വായിച്ചാൽ അതിനകത്ത് ജനറൽ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും തമ്മിൽ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്, എന്ന് അളക്കാനുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു പാസേജിനകത്ത് എപ്പോഴായാലും ജനറൽ ഐഡിയ കാണും. ആ ജനറൽ ഐഡിയയെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ കാണും. മനസ്സിലായോ? അപ്പൊ ഓവറോൾ അതിനകത്തെ ഐഡിയ എന്ന് പറയുന്നതാണ് ജനറൽ ഐഡിയ. അതിനകത്ത് ഓരോന്നും എടുത്തു പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്പെസിഫിക്. അപ്പൊ ഇത് രണ്ടിനെയും ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു തരുമ്പോൾ ജനറൽ ഐഡിയ എന്നുള്ളതിന്
ക്യാപിറ്റൽ ജി എഴുതും, രണ്ടും കൂടെ കൂടുതൽ ജി ആൻഡ് എസ് എഴുതും, സ്പെസിഫിക് മാത്രമാണെങ്കിൽ എസ് എന്ന് എഴുതിയാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ നോക്കാം, മാച്ചിങ് ഹെഡിങ്സ്. മാച്ചിങ് ഹെഡിങ്സ് 99% എന്തായിരിക്കും? ജനറൽ ബേസ് ആയിരിക്കും. അതായത് നമ്മളൊരു ടോപ്പിക്കിന് ഒരു ഹെഡിങ് കൊടുക്കുമ്പോൾ അതിനകത്തെ ഓവറോൾ ഐഡിയ ആയിരിക്കും എന്തായിട്ട് കൊടുക്കുന്നത്? ഹെഡിങ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ മാച്ചിങ് ഹെഡിങ്സ് എന്ത് മാത്രം ബേസ് ചെയ്തായിരിക്കും വരുന്നത്? ജനറൽ. 1% സ്പെസിഫിക് ഉണ്ട്, അത് ഞാൻ ഹെഡിങ്സ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമ്പോൾ പറയാം. സെക്കൻഡ് വൺ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. അത് രണ്ട് തരത്തിലുണ്ട്, ജനറൽ ഐഡിയ ഉണ്ട്, സ്പെസിഫിക് ഡീറ്റെയിൽ, രണ്ടും അതിനകത്ത് വരും. സമ്മറി, ഫ്ലോ ചാർട്ട്, ടേബിൾ കംപ്ലീഷൻ, അതും ജനറൽ ആൻഡ് സ്പെസിഫിക് ബേസ് ചെയ്താണ്. ക്ലാസിഫിക്കേഷൻ, അതും ജനറലും സ്പെസിഫിക്കും ബേസ് ചെയ്താണ്. മാച്ചിങ് സെന്റൻസസ് ഫ്രം സ്യൂട്ടബിൾ ലിസ്റ്റ്, അതും ജനറലും സ്പെസിഫിക്കും ബേസ് ചെയ്താണ്. നെക്സ്റ്റ് വൺ, ആൻസറിങ് യെസ് നോ നോട്ട് ഗിവൺ, ആൻസറിങ് ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ. അത് രണ്ട് തരത്തിലുണ്ട്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പഠിപ്പിച്ചു തരാം എന്താന്ന്. ഇത് രണ്ടും ജനറൽ ആൻഡ് സ്പെസിഫിക് ബേസ് ചെയ്താണ് വരുന്നത്. ഇനി മാച്ചിങ് സ്റ്റെംസ് ടു സെന്റൻസസ് എൻഡിങ്സ്, സെന്റൻസിന്റെ അവസാനം വരുന്നതായിട്ട് മാച്ച് ചെയ്യാനുള്ള അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിനാണ് അത് സ്പെസിഫിക് ആണ്, അവിടെ ഒരിക്കലും ജനറൽ ആയിട്ട് വരത്തില്ല. സെന്റൻസ് കംപ്ലീഷൻ പോലെ തന്നെ സെന്റൻസ് കംപ്ലീഷനും സ്പെസിഫിക് ആണ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും സ്പെസിഫിക് ആണ്. അപ്പൊ മാച്ചിങ് സ്റ്റെംസ് ടു സെന്റൻസസ് എൻഡിങ്സും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനും സെന്റൻസ് കംപ്ലീഷനും എന്തിനെ ബേസ് ചെയ്ത് വരത്തുള്ളൂ? സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആശയത്തെ ബേസ് ചെയ്ത് വരത്തുള്ളൂ. ജനറൽ ആയിട്ട് മാത്രം വരുന്ന ഏതാണ്? ഹെഡിങ്സ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ജനറലും സ്പെസിഫിക്കും വരാം. ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് IELTS റീഡിംഗിൽ വരുന്നത്. ഓക്കെ, റീഡിങ്ങിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. അതായത് 1 hourൽ 40 ക്വസ്റ്റ്യൻസ് ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റണം. ആദ്യം ഒന്നും, അതായത് അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നല്ല ഹൈ ലെവലിലുള്ള കുട്ടികളാണെങ്കിൽ 1 hourൽ തീർക്കും, 1 hourന് മുമ്പേ തീർക്കും, മാർക്കും വാങ്ങിക്കും. പക്ഷെ നമുക്കറിയാമല്ലോ, ഒരു ആവറേജ് ലെവലിലുള്ള കുട്ടി ഒരിക്കലും 40 ക്വസ്റ്റ്യൻസ് 1 hourൽ തീർക്കില്ല. അതിന് ടെക്നിക്സ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് 1 hourൽ എന്താ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളോട്. അപ്പൊ ഈ 1 hourൽ നമ്മൾ എന്തെത്തിക്കണം? സ്പീഡ് നമുക്ക് സ്പീഡ് ഇംപ്രൂവ് ചെയ്ത് 1 hourൽ 40 ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്ത് തീർക്കാൻ പറ്റണം. അത് ചെയ്ത് ത്രൂ പ്രാക്ടീസ് ഇംപ്രൂവ് ചെയ്യും. അപ്പൊ അത് ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെന്നുള്ള ക്ലൂവും കൂടെ വെച്ച് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ആകാൻ പറ്റും. ഒരു 2 ആഴ്ച കൊണ്ട് ഒരു 4-5-6 ബുക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അങ്ങനെയുള്ള കുട്ടികൾ അവിടെ എത്തും. അപ്പൊ ഇതിന്റെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാനുള്ള ടെക്നിക്സ് ഓൾറെഡി ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചു, സ്കിമ്മിങ്ങും സ്കാനിങ്. നമുക്കൊന്നുകൂടെ അതിലോട്ട് പോവാം. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓടിച്ചു വായിക്കുക, കണ്ണോടിച്ചു വായിക്കുക. സ്കിം ദ ടെക്സ്റ്റ് ടു ഒബ്റ്റെയിൻ ജനറൽ ഐഡിയ അല്ലെങ്കിൽ ജനറൽ ഇൻഫർമേഷൻ. ജനറൽ ഐഡിയ കിട്ടാനാണ് സ്കിം ചെയ്യുന്നത്. തിങ്ക് അബൌട്ട് ദ ജനറൽ ഇൻഫർമേഷൻ ആൻഡ് നോട്ട് ദ ഡീറ്റെയിൽ. ഡീറ്റെയിലേക്ക് പോകേണ്ട, ജനറൽ ആയിട്ടുള്ള ഐഡിയ മാത്രം നോക്കുക. ആ സമയത്ത് പെൻസിലൊന്നും എടുത്ത് അണ്ടർലൈൻ ചെയ്യണ്ട. ഓക്കെ, ഇനി സ്കാനിങ്. നമുക്കറിയാം സ്കാൻ ചെയ്യാനൊക്കെ ഡോക്ടർ സ്കാൻ എന്തിനാണ്? സ്പെസിഫിക് ഇൻഫർമേഷൻ, സ്പെസിഫിക് ഡീറ്റെയിൽ ഓൺലി. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്കാനിങ്. ആ സമയത്ത് മീനിങ് നോക്കണ്ട, ഡോണ്ട് കോൺസെൻട്രേറ്റ് ഓൺ ദ മീനിങ് ഓഫ് ദ ടെക്സ്റ്റ്. ആ സ്കാനിങ് വാക്കുകളൊക്കെയാണ് ആ സമയത്ത് നോക്കുന്നത്, വേർഡ്സ്. അതും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ സ്കിമ്മിങ്, സ്കാനിങ്. നെക്സ്റ്റ് വൺ, സ്കിം ആൻഡ് റീഡ്. അതായത് ക്വസ്റ്റ്യൻ നോക്കിയാണ് നമ്മൾ എന്തിലോട്ട് പോകുന്നത്? ടെസ്റ്റിൽ എവിടെ ആൻസർ എന്നറിയാൻ നോക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ടെക്നിക്സ് നിങ്ങൾക്ക് പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ എവിടെ അത് കിടക്കുന്നതെന്ന് മനസ്സിലാവും. ആ ഭാഗത്ത് സ്കിം ചെയ്ത് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്താവുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മീനിങ് മനസ്സിലാവുമ്പോൾ ആ അത്രയും സെന്റൻസ് എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക. സ്കിമ്മിങ്ങിനോടൊപ്പം ആ 3-4 സെന്റൻസ് വായിക്കുക. ഈ വായനയെ അവിടെ വരുന്നുള്ളൂ, അല്ലാതെ ഫുൾ പാസേജ് വായിക്കുന്നില്ല. അതായത് ഒരു ക്വസ്റ്റ്യൻ നോക്കി ആ ക്വസ്റ്റ്യന്റെ ആൻസർ എവിടെ കിടക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ആൻസർ കിടക്കുന്നിടത്ത് മീനിങ് വെച്ചൊരു 3-4 സെന്റൻസ് എന്ത് ചെയ്യുക? വായിച്ചു നോക്കുക. അതാണ് സ്കിം ആൻഡ് റീഡ്. Skim a text and stop at particular points to look at the meaning. Use the questions guide you around the text. നിങ്ങളെ ടെസ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന ഏതാണ്? ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്ത സ്കാൻ ആൻഡ് സ്കിം. നമ്മൾ പറഞ്ഞു സ്കാനിങ് എന്തിനാണ്? ഒരു സ്പെസിഫിക് വേർഡിന് വേണ്ടിയിട്ടാണ് സ്കാൻ. അപ്പൊ നമ്മളൊരു വേർഡ് ആയിരിക്കും അവിടെ നോക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിലെ സിനോണിമസ് ആയിട്ടുള്ള വേർഡ് അവിടെയാണ് നിങ്ങൾ നോക്കും. ഇങ്ങനത്തുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും, അവിടെ നിങ്ങൾ നോക്കുമ്പോൾ ആ വേർഡ് നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണറിയാതെ ചുറ്റുവട്ടത്തേക്ക് ഒന്ന് സ്കിം ചെയ്യും. ഇതൊക്കെ എന്തിനാണ്? നമ്മുടെ സമയം പോവാതിരിക്കാനാണ്. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്സിൽ ഇതെല്ലാം കഴിയും. അപ്പൊ നിങ്ങളുടെ ആ ഒരു വേർഡ് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ്, നമ്മളൊരു സ്പെസിഫിക് വേർഡ്, ഇപ്പൊ ഒരു ഇൻഫർമേഷൻ എന്നുള്ള വേർഡാണ് നോക്കുന്നത് വെച്ചോ, അതിന്റെ ചുറ്റുവട്ടത്തെ കുറെ വാക്കുകൾ നമ്മുടെ കണ്ണിലേക്ക് കയറും. അതിനാണ് പറയുന്നത് സ്കാൻ ആൻഡ് സ്കിം.
When you scan a text for a specific word, your eyes touch the other information lightly. മറ്റുള്ള ഇൻഫർമേഷൻ, ചുറ്റുവട്ടത്തുള്ള ഇൻഫർമേഷനും കൂടെ നിങ്ങളുടെ കണ്ണുകൾ ഇങ്ങനെ പിടിച്ചെടുക്കും. അതിനാണ് പറയുന്നത് സ്കാൻ ആൻഡ് സ്കിം. അപ്പൊ 4 ടെക്നിക്സ് ആണ്: സ്കിമ്മിങ്, ഓടിച്ചു വായിക്കുക; സ്കാനിങ്, സ്പെസിഫിക് വേർഡ്സ് നോക്കുക; സ്കിം ആൻഡ് റീഡ്, ഒരു സ്ഥലത്ത് സ്കിം ചെയ്ത് അത്രയും ഭാഗം 3-4 സെന്റൻസ് വായിച്ചു നോക്കുക, ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് ഏത് ഭാഗത്താണോ അവിടെ വായിക്കുക; സ്കാൻ ആൻഡ് സ്കിം, ഒരു സ്പെസിഫിക് വേർഡ് നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് ചുറ്റുവട്ടത്തെ കുറച്ച് വാക്കുകൾ പിടിച്ചെടുക്കും. ഇതൊന്നും നമ്മളെ സ്ലോ ചെയ്യില്ല, മനസ്സിലായോ? ഡസ് നോട്ട് സ്ലോ യു ഡൗൺ. അങ്ങനെ ചെയ്യുന്നൊന്നും നിങ്ങളെ സമയം കളയില്ല. ഇതൊക്കെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ കളയും. ഇത് ത്രൂ പ്രാക്ടീസ് ഇതൊക്കെ സ്പീഡിൽ വരും. പിന്നെ അതൊന്നും അണ്ടർലൈൻ ചെയ്യുക ഒന്നും വേണ്ട, അല്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു 4-5-6 ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ. പിന്നെ റീഡിങ്ങിന് നിങ്ങൾ ഓർക്കുക, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തന്നെ ഇപ്പൊ 19 പുതിയ 20ാമത്തെ ഇറങ്ങുന്നുണ്ട്. 19 ബുക്കുകളുണ്ട്. അതിനകത്ത് 4 എണ്ണം വെച്ച് റീഡിങ്ങും ലിസണിങ്ങും എല്ലാം ഉണ്ട്. ടെക്സ്റ്റ് 1, 2, 3-നകത്ത് 3 ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അബൌവ് 30 ആകാം. മനസ്സിലായി? അപ്പൊ ആദ്യം ഇപ്പൊ ഇന്നൊരു 10 കിട്ടിയെങ്കിൽ അടുത്ത ദിവസം ആ കുട്ടിക്ക് 12, 13 കിട്ടും. അങ്ങനെ ചെയ്ത് അങ്ങനെയുള്ളവർ 30 അബവ് കിട്ടുന്ന ഒരു 3 ആഴ്ച കൊണ്ട്, അല്ലെങ്കിൽ ഒരു 3-4 ടെസ്റ്റിന്റെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ 38-40 ആവും. മനസ്സിലായോ? ഇനി സ്കിമ്മിങ്, സ്കാനിങ് എന്ന് ഞാൻ പറഞ്ഞു. ഇനി സ്കിമ്മിങ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിന് ചില ടെക്നിക്സ് ഉണ്ട്. ഈ ഓടിച്ച് നോക്കുക എന്നുള്ളത് തന്നെ എങ്ങനെയാണെന്ന് ചില ടെക്നിക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, നിങ്ങളുടെ കയ്യിലോട്ട് ബുക്ക്ലെറ്റ് കിട്ടും. 40 ക്വസ്റ്റ്യൻസ് ഉള്ള 3 പാസേജിലും കൂടെ 40 ക്വസ്റ്റ്യൻസ് കിട്ടും. ആദ്യത്തെ പാസേജ് നിങ്ങൾ തുറന്നു. അപ്പോഴേ അതിന്റെ ഫസ്റ്റ് ടൈറ്റിൽ കാണും. ആ ടൈറ്റിൽ വായിക്കുക. ആ പാസേജിന്റെ പുറയില് എത്രയോ ക്വസ്റ്റ്യൻ ഉണ്ടോ, ചിലപ്പോ 10 ആയിരിക്കാം, 12 ആയിരിക്കാം, 15 ആയിരിക്കാം. ആ ക്വസ്റ്റ്യനിലൂടെ ഒന്ന് കണ്ണോടിക്കുക. അതായത് റീഡ് ദ ടൈറ്റിൽ ആൻഡ് ക്വസ്റ്റ്യൻസ്, വേഗം സ്കിം ചെയ്ത് വിടുക. എന്താണെന്നറിയാമോ? അപ്പൊ നിങ്ങൾ ടൈറ്റിലും ബാക്കിലെ ക്വസ്റ്റ്യനും നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഏതായാലും ടെസ്റ്റിലെ ആശയത്തിനെ ബേസ് ചെയ്തായിരിക്കുമല്ലോ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് വരും. അതിനോടൊപ്പം ക്വസ്റ്റ്യനും കൂടെ സ്കിം ചെയ്ത് വിട്ടു കഴിയുമ്പോൾ എന്താണ് ഈ പാസേജിൽ മൊത്തം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ റീഡ് ദ ടൈറ്റിൽ ആൻഡ് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. ദേ ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് ദ മെയിൻ ഐഡിയ ഓഫ് ദ പാസേജ്. ആ പാസേജിലെ മെയിൻ ഐഡിയ മനസ്സിലാകാനായിട്ട് ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ. ഇനി സെക്കൻഡ് വൺ, കണ്ടന്റ് വേർഡ്സ്, റൂബ്രിക്സ് ഫോക്കസ് ചെയ്യുക. അണ്ടർലൈൻ കീവേഡ്സ് ഇൻ ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യനിലെ കീവേഡ് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടെസ്റ്റിലെ എന്ത് ചെയ്യണം? നൗൺസ്, ഡേറ്റ്സ്, നമ്പർ, അങ്ങനെയുള്ളതെല്ലാം അണ്ടർലൈൻ ചെയ്യണം. മനസ്സിലായി? ചെറിയ വാക്കുകൾ ഇപ്പൊ എ ആൻഡ് ഡി ആൻഡ് അതൊക്കെ വിടണം. അതായത് അതൊന്നും ഒരിക്കലും ആൻസർ ആയിട്ട് വരത്തില്ല. അത് സ്കിപ്പ് ചെയ്ത് വിടുക. അല്ലാതെ നൗണ്, ഡേറ്റ്, നമ്പർ, നെയിംസ് അതൊക്കെ എന്ത് ചെയ്യുക? അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ. ഇനി ബേസിക് സ്ട്രക്ചർ നോക്കുക. ആദ്യം അവിടുന്ന് ഇവിടുന്നൊക്കെ. ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് സ്കിമ്മിങ് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇപ്പൊ പറഞ്ഞുതരുന്നത്. ഇനി ബേസിക് സ്ട്രക്ചർ നോക്കുക. ഇത്ര നേരം നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെയുള്ള വാക്കുകൾ അണ്ടർലൈൻ ചെയ്തേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണം? അതിന്റെ ബേസിക് സ്ട്രക്ചർ, ഓരോ സെന്റൻസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. സബ്ജക്ട്, വെർബ്, ഓബ്ജക്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന നൗണും വെർബും ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് ഈ വാക്കുകളാണ് കയറി വരുന്നത്. മനസ്സിലായോ? കണ്ടന്റ് വേർഡ്സ് നോക്കുക. പിന്നെ ചിലപ്പം നിങ്ങൾക്ക് ആദ്യം ഒരു 5-6 പാരഗ്രാഫ് ഉള്ളതാണെങ്കിൽ 3 പാരഗ്രാഫിലെ കണ്ടന്റ് വേർഡ്സ് അണ്ടർലൈൻ ചെയ്തിട്ട് അതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ അത്രയും കൂടെ മനസ്സിലേക്ക് വരും. അത് കഴിഞ്ഞ് അടുത്ത 3 പാരഗ്രാഫ്സ് ഉണ്ടെങ്കിൽ അതും അണ്ടർലൈൻ ചെയ്യുക, വായിച്ചു നോക്കുക. എന്നിട്ട് സബ്ജക്ട്, വെർബ്, ഓബ്ജക്ട് സെന്റൻസ് വൈസ് നോക്കുക. അപ്പൊ ഈ ഓൾറെഡി അണ്ടർലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന നൗണും വെർബും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ സബ്ജക്റ്റും വെർബും ഓബ്ജക്റ്റും ഒക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ. ഈ സെന്റൻസ് വൈസ് നോക്കുമ്പോൾ നിങ്ങൾ അഡ്ജക്റ്റീവ്സും ആഡ്വേർബ്സും ഒന്നും നോക്കി സമയം കളയണ്ട. എന്ത് മാത്രം നോക്കിയാൽ മതി? സബ്ജക്ട്, വെർബ്, ഓബ്ജക്ട്. ഇതെന്താന്നൊക്കെ ഗ്രാമറിനകത്ത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. ഓക്കെ. അതായത് ബേസിക് സ്ട്രക്ചർ നോക്കുമ്പോൾ അതിനകത്ത് സബ്ജക്ട്, വെർബ്, ഓബ്ജക്ട് നോക്കുക. ഇനി നെക്സ്റ്റ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് മാർക്ക് കണക്ടിങ് ഓർ ലിങ്കിങ് വേർഡ്സ്. ആദ്യം വാക്കുകൾ അടയാളപ്പെടുത്തി അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? കണക്ടിങ് വേർഡ്സ്. ഇപ്പൊ ഹൗ ഓവർ, ബട്ട്, മോർ ഓവർ, ഇൻ അഡീഷൻ എന്നൊക്കെ കാണാം. അത് അണ്ടർലൈൻ ചെയ്യാം. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ മാർക്കിംഗ് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ കണക്ടിങ് വേർഡ്സ് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് എന്തിനാണെന്നറിയോ? ഒരു ആശയം കഴിഞ്ഞ് അടുത്ത ആശയത്തിലേക്ക് പോകുമ്പോഴാണ് ഈ കണക്ടിങ് വേർഡ്സ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ആ ആശയം, ആ ബട്ട് അല്ലെങ്കിൽ ഹൗ ഓർ, ഇൻ അഡീഷൻ എന്ന് പറയുമ്പോൾ അടുത്തതിലേക്ക് പോകുന്നു. അപ്പൊ
വേർഡ്സ് കഴിഞ്ഞു. അടുത്ത എന്ത് ചെയ്യുക? കണക്ടിങ് വേർഡ്സ് അല്ലെങ്കിൽ ലിങ്കിങ് വേർഡ്സ് മാർക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ലേൺ കോമൺ പാരഗ്രാഫ് പാറ്റേൺസ്. അതായത് ഒരു പാസേജിനകത്ത് നിങ്ങൾക്കറിയാം, ഇപ്പം കോസ് ഇഫക്റ്റ് അല്ലെങ്കിൽ പ്രോബ്ലം സൊല്യൂഷൻ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്തിന്റെയെങ്കിലും ഒക്കെ പറയുന്നതാണെങ്കിൽ ആദ്യം എപ്പോഴും അഡ്വാൻറ്റേജ്, നെക്സ്റ്റ് ആയിരിക്കും എന്ത് വരുന്നത്? ഡിസഡ്വാൻറ്റേജ്. കോസ് ഇഫക്റ്റ് ആണെങ്കിൽ ആദ്യം ഏത് കിടക്കും? കോസ് കിടക്കും, രണ്ടാമത് ഇഫക്റ്റ് കിടക്കും. പ്രോബ്ലം സൊല്യൂഷൻ ആണെങ്കിലോ പ്രോബ്ലം ആദ്യം, സൊല്യൂഷൻ. അങ്ങനെയുള്ള പാരഗ്രാഫിനകത്ത് എന്തൊക്കെയാണ്? കോസ് ആണോ, ഇഫക്റ്റ് ആണോ, മെത്തേഡ്സ് ആണോ, അതിന്റെ എക്സാമ്പിൾസ് ആണോ, എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നുള്ള പാരഗ്രാഫ് പാറ്റേൺസ് നോക്കി നോട്ട് ചെയ്യുക സൈഡിൽ. അപ്പൊ അതിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉടനെ ആ പാസേജിലോട്ട് നോക്കിയാൽ മതി. ഇതെല്ലാമാണ് ഈ സ്കിമ്മിങ് ടൈമിൽ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നൗൺസ് മാത്രം ഒന്നുകൂടെ നോക്കി വിടുക. അതായത് നൗൺ എപ്പോഴും എന്തിനെ കാണിക്കുന്നതായിരിക്കും? ജനറൽ ഐഡിയ കാണിക്കുന്നതായിരിക്കും. ജനറൽ മീനിങ് പെട്ടെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ ഏത് സഹായിക്കും? നൗൺസ്. സ്കിം ഓൺലി ദ നൗൺസ് ഇൻ എ പാരഗ്രാഫ്. ഇറ്റ് ഹെൽപ്സ് യു ഗെറ്റ് ദ ജനറൽ മീനിങ് ക്വിക്ക്ലി. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം അറിയണം. നൗണ്, വെർബ്, ആഡ്ജക്റ്റീവ്, ആഡ്വർബ്, ഇതൊക്കെ ത്രൂ ഗ്രാമർ ക്ലാസ്സിൽ കൂടെ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും. അപ്പൊ റീഡിങ്ങിനകത്ത് പാസേജസിൽ വരുന്ന ഇതെല്ലാം മനസ്സിലാക്കി വെക്കണം. ഇതിനെല്ലാം ബേസ് ചെയ്തായിരിക്കും അപ്പുറത്ത് സിനോണിമസ് ആയിട്ട് ക്വസ്റ്റ്യനും വരുന്നത്, അല്ലെങ്കിൽ അതുപോലെ ആൻസർ ഇപ്പുറത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇനി നമ്മള് അഡ്വാൻസ്ഡ് സ്കിമ്മിങ് ടെക്നിക്സ്. ഞാൻ ഇത്ര നേരം സ്കിമ്മിങ് എന്താണെന്നാണ് പറഞ്ഞു തന്നത്. ഇതിന്റെ അഡ്വാൻസ്ഡ് സ്കിമ്മിങ് എങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞുതരാം. ഇത്ര നേരം ഞാൻ സ്കിം ചെയ്യുക, കണ്ണോടിച്ചു വിടുക, വാക്കുകൾ അടയാളപ്പെടുത്തുക, ഇതൊക്കെയാണ് പറഞ്ഞത്. നെക്സ്റ്റ്, സ്കിം ഫോർവേഡ് ഓർ ബാക്ക്വേർഡ് ടു ക്യാച്ച് എ ജനറൽ ഐഡിയ. മുമ്പോട്ടും പുറകോട്ടും സ്കിം ചെയ്ത് വിടുക. റിപ്പീറ്റിംഗ് വേർഡ്സ്, എയർപോർട്ട്സ്, പാസഞ്ചേഴ്സ്, അങ്ങനെയൊക്കെയുള്ള റിപ്പീറ്റിംഗ് വേർഡ്സ് സെയിം ആയിട്ട് അതിനെ കണക്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്കിം ചെയ്ത് വേഗം വേഗം വിടുക. ഫോർവേഡ്, ബാക്ക്വേർഡ്. നെക്സ്റ്റ്, പാരഗ്രാഫ് ഫോക്കസ് ചെയ്യുക. ഫൈൻഡ് ദ ഫോക്കസ് ഓഫ് ദ പാരഗ്രാഫ്. ആ പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ മെയിൻ ഐഡിയ എന്താണ്? എല്ലാരും പറയും പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈനിൽ വായിച്ചാൽ ചിലപ്പോഴേ കിട്ടുള്ളൂ, 10% പോലും അങ്ങനെ വരില്ല. മനസ്സിലായില്ലേ? ഒരിക്കലും മെയിൻ ഐഡിയ ഫസ്റ്റ് ലൈനിൽ വരത്തില്ല. അപ്പൊ ആ പാരഗ്രാഫിനകത്ത് ഫോക്കസ് ചെയ്യുക, എന്താണ് അതിന്റെ മെയിൻ ഐഡിയ എന്ന് നോക്കുക. നെക്സ്റ്റ് വൺ, യൂസ് യുവർ നോളജ് ഓഫ് സെന്റൻസ് ടൈപ്സ് ആൻഡ് പാരഗ്രാഫ്സ് ടു ഗസ് ദ മീനിങ് ആൻഡ് മൂവ് ഫാസ്റ്റ്. നിങ്ങളുടെ ഐഡിയ വെച്ച്, നിങ്ങളുടെ നോളജ് വെച്ച് ആ സെന്റൻസ് ടൈപ്സ് ഏതൊക്കെയാണ്, അതിനകത്ത് പാരഗ്രാഫിൽ ഏതൊക്കെ തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ മീനിങ് എന്താണ്, നമ്മുടെ ഒരു ഓവറോൾ ഐഡിയ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ വരും. അതൊക്കെ വെച്ച് വേഗം വേഗം എന്ത് ചെയ്ത് വിടുക? സ്കിം ചെയ്ത് വിടുക. അതായത് യൂസ് യുവർ നോളജ് ഓഫ് സെന്റൻസസ് ടൈപ്സ് ആൻഡ് പാരഗ്രാഫ്സ് ടു ഗസ് ദ മീനിങ് ആൻഡ് മൂവ് ഫാസ്റ്റ്. പെട്ടെന്ന് പെട്ടെന്ന് പോവുക. ഇതിനൊന്നും സമയം ഒത്തിരി കളയാനില്ല. ഇതൊക്കെ പറയുമ്പോഴേ ഇത്ര സമയം വരുന്നുള്ളൂ. ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യും. 1, 2, 3 ദിവസം കഴിയുമ്പോൾ കുട്ടികൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് ചെയ്യും. എന്നാലും അറിയണം സ്കിമ്മിങ് എന്താണ്. പിന്നെ ക്വസ്റ്റ്യൻ ടൈപ്സ് ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ലുക്ക് അറ്റ് ദ മിഡിൽ ഓഫ് ദ പാരഗ്രാഫ് ആൻഡ് ദെൻ റീഡ് അറൌണ്ട് ഇറ്റ് ഫോർ വേർബ്സ് ആൻഡ് നൗൺസ്. അതായത് പാരഗ്രാഫിന്റെ മിഡിലിൽ നോക്കിയിട്ട് ചുറ്റുവട്ടത്തുള്ള നൗണും വെർബും എന്തൊക്കെയാണെന്ന് നോക്കുക. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, എന്നാലും ഓരോ പാസേജിനകത്ത് വരുമ്പോ അങ്ങനെ നോക്കുക, ഓരോ പാരഗ്രാഫ് വൈസ് നോക്കുക. അങ്ങനെ ഇനി യൂസ് ദ ക്വസ്റ്റ്യൻസ് ഗൈഡ് യുവർ റീഡിംഗ്. അതായത് ക്വസ്റ്റ്യൻ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വേർഡ്സ് ഒക്കെ നോക്കി ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഒരു പെൻസിൽ ഉപയോഗിച്ച് ഐ മൂവ്, അതായത് ഇറ്റ് ഹെൽപ്സ് യുവർ ഐ മൂവ് ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ്. ഒരു പെൻസിൽ ഉപയോഗിക്കുക. അപ്പൊ നമ്മുടെ കണ്ണിങ്ങനെ ഫോക്കസ് ചെയ്യാനായിട്ട് അത് പെൻസിലിനനുസരിച്ച് കണ്ണ് ചലിപ്പിക്കാനും ഫോക്കസ് ചെയ്യാനും സഹായിക്കും. ആദ്യമാണ് പറയുന്നത്, പിന്നെ ഇതൊന്നും ഇല്ലാതെ കുട്ടികൾ ചെയ്യും. ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റ് ടു റൈറ്റ് സ്കിം ചെയ്ത് വിടുക. റൈറ്റ് ടു ലെഫ്റ്റ്, അതായത് ഒത്തിരി നേരം നിൽക്കാതെ വേഗം സ്കിം ചെയ്ത് വിടുക. സാധാരണ പറയും ഇങ്ങനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്കിം ചെയ്ത് വിട്ടാൽ വായിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്കിം ചെയ്ത് വിടാൻ ചിലപ്പോൾ പറയും കുട്ടികളോട്. ഇങ്ങനെ വായിക്കുമ്പോൾ അവരെന്ത് ചെയ്യും? നിങ്ങൾക്ക് വായിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഓൾട്ടർനേറ്റീവ് ഡയറക്ഷൻസ്. റൈറ്റ് ടു ലെഫ്റ്റ്, ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് ഐ പ്രാക്ടീസിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാം. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്കിം ചെയ്ത് വിട്ട് കണ്ണ് അതിനകത്ത് നിന്നെല്ലാം എന്ത് ചെയ്യാം? ഈ പറയുന്ന വാക്കുകൾ എന്താണെന്നറിയാമോ? ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് എന്തായിട്ട് വരത്തുള്ളൂ? അതിന്റെ സിനോണിമാണ് ആൻസർ ആയിട്ട് വരുള്ളൂ. അപ്പൊ ഈ വാക്കുകൾ വിടുമ്പോൾ നമ്മുടെ മൈൻഡിലോട്ട് ഈ വാക്കുകൾ കയറി വരും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും എവിടെ ഞാൻ ആ വാക്ക് കണ്ടല്ലോ. ആ ഭാഗത്ത് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ദെൻ ഫോർത്ത് വൺ, മൂവ് പെൻസിൽ വെർട്ടിക്കലി. ഇങ്ങനെ താഴത്തേക്ക് വെർട്ടിക്കലായിട്ട് പുഷ് യുവർ ഐസ് ടു ചെക്ക് ബോത്ത് സൈഡ്സ് ക്വിക്കലി. ഇങ്ങനെ പെൻസിൽ കൊണ്ടുവന്നിട്ട് രണ്ട് സൈഡും നോക്കി വിടുക.
മനസ്സിലായോ? നടുക്കുന്ന സെന്ററിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വെർട്ടിക്കലായിട്ട് പെൻസിൽ കൊണ്ടുവരുമ്പോൾ രണ്ട് സൈഡിലെ വാക്കുകൾ നോക്കി വിടുക. ഇതൊക്കെ പെട്ടെന്ന് നമ്മളിങ്ങനെ കണ്ണോടിച്ച് ചെയ്യത്തില്ല, അതുപോലെ വേഗം ചെയ്യുക. നെക്സ്റ്റ് വൺ, ഇനി സ്കിം ഡയഗണലി, അതായത് റൈറ്റ് വശത്ത് മോളിൽ നിന്ന് ലെഫ്റ്റില് താഴെ, തിരിച്ച് ലെഫ്റ്റിലെ മോളിൽ നിന്ന് റൈറ്റില് താഴെ. മനസ്സിലായോ? സ്കിം ഡയഗണലി. ഇങ്ങനെയൊക്കെ സ്കിം ചെയ്ത് വിടുമ്പോൾ നമ്മുടെ സമയം പോവാതിരിക്കാനാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വായിക്കാതെ എങ്ങനെയാണെങ്കിലും നമുക്ക് വാക്കുകൾ കണ്ടെടുത്താൽ മതി. ഫ്രം ടോപ്പ് ലെഫ്റ്റ് ടു ബോട്ടം റൈറ്റ് ഓർ ഗോ ഇൻ റിവേഴ്സ് ഓർ വെർട്ടിക്കൽ. ഓക്കെ. നെക്സ്റ്റ് വൺ, ജംപ് അറൌണ്ട്, അതായത് ഡോണ്ട് ഫോളോ ലൈൻ ബൈ ലൈൻ, സ്കാൻ ക്വിക്കലി. ലൈൻ ബൈ ലൈൻ ആയിട്ട് നോക്കരുത്, പെട്ടെന്ന് പെട്ടെന്ന് വാക്കുകൾ കണ്ടുപിടിക്കുക. ഇത്രേ ഉള്ളു ഇതിനകത്ത്. അപ്പൊ ഇങ്ങനെ വേഗം വേഗം ചെയ്തു വിടുക. നെക്സ്റ്റ് വൺ, അടുത്ത ഓരോ സെന്റൻസിന്റെ അവസാനം നോക്കുക. സ്കിം സെന്റൻസ് എൻഡ്സ്. ഇത് എന്തിനാണെന്നറിയോ? ന്യൂ ഐഡിയ ഓഫൺ അപ്പിയർ അറ്റ് ദ എൻഡ് ഓഫ് സെന്റൻസസ്. മിക്കവാറും പുതിയ ആശയങ്ങൾ എവിടെയായിരിക്കും വരുന്നത്? ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് പാർട്ടിലായിരിക്കും. അതുകൊണ്ട് സെന്റൻസ് എൻഡ്സ് സ്കിം ചെയ്ത് വിടുക. നെക്സ്റ്റ് വൺ, ആഫ്റ്റർ സ്കിമ്മിങ് നൗ സ്കാൻ ഫോർ കീവേഡ്സ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിന്റെ പാസേജിലെ സിനോണിംസ് സ്കാൻ ചെയ്ത് വിടാം. സ്കിമ്മിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്കാൻ ചെയ്ത് വിടാം. ഓക്കെ. അടുത്ത, ഡോണ്ട് ഗെറ്റ് സ്റ്റക്ക് ഇൻ ഡീറ്റെയിൽസ്, ലുക്ക് ഫോർ ബിഗ് ഐഡിയാസ്. അതായത് നിങ്ങൾക്ക് വേണ്ട ആശയങ്ങൾ മാത്രം അതിനകത്ത് നിന്ന് എടുക്കുക, ഡീറ്റെയിൽ ആയിട്ട് പോകരുത്. ഓക്കെ. അപ്പൊ ഇത്രയാണ് റീഡിങ്, സ്കിമ്മിങ്, സ്കാനിങ്, സ്കിം ആൻഡ് റീഡ്, സ്കാൻ ആൻഡ് സ്കിം. ഇതെല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കീവേഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അത് വേഗം സ്കിമ്മിങ് ചെയ്ത് വാക്കുകൾ അടയാളപ്പെടുത്തി വെക്കുക. ഇതെല്ലാം നിങ്ങൾ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്സിൽ കഴിയും. ഇത്രയാണ് റീഡിങ്ങിനെ കുറിച്ചൊരു ഓവറോൾ ഐഡിയ. ഓക്കെ. 60 minutes, 40 questions, സ്കിമ്മിങ്, സ്കാനിങ്, സ്കിം ആൻഡ് റീഡ്, സ്കാൻ ആൻഡ് സ്കിം. ഇത്രയും വാക്കുകൾ അടയാളപ്പെടുത്തി വെക്കുക. സ്കിമ്മിങ് സമയത്ത് വാക്കുകൾ നോക്കി വെക്കുക. ക്വസ്റ്റ്യൻ വെച്ച് ഹെഡിങ്സും ക്വസ്റ്റ്യനും നോക്കി ആ വാക്കുകൾ എവിടെ കിടക്കുന്നു എന്നുള്ള ഐഡിയ വെച്ച് വാക്കുകൾ നോക്കി ആൻസർ കണ്ടുപിടിക്കുക. ഇനി ഞാൻ ഓരോ ഇപ്പം ഹെഡിങ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, ട്രൂ ഓർ ഫോൾസ് എങ്ങനെ ചെയ്യാം, മൾട്ടിപ്പിൾ ചോയ്സ് എങ്ങനെ ചെയ്യാം, ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് കോമൺ ആയിട്ട് സ്കിം ചെയ്ത് എങ്ങനെയാണ് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മാത്രമാണ് പറഞ്ഞത്. ഇനി അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആൻസറിങ് യെസ് ഓർ നോട്ട് ഗിവൺ, ട്രൂ ഫോൾസ് നോട്ട് ഗിവൺ ഒക്കെ കുട്ടികൾക്ക് പാടാണ്. ഹെഡിങ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, മൾട്ടിപ്പിൾ ചോയ്സ് അതിലും പാടാണ്. അത് ഓരോന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചില ട്രിക്സുകളുണ്ട്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പാർട്ട് 2 ആയിട്ട് എടുത്തു തരാം. ഓക്കെ. ഓരോ ക്വസ്റ്റിനും എങ്ങനെയാണ് ചെയ്യുന്നത്, ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും അവർക്കും ഒക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു.